ഇതിലൊക്കെ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന കൂപ്പൺ എടുക്കുന്ന മുസ്ലിമീങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ലോട്ടറിയാണ്. ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ ഇന്ന് വേഷപ്പകർച്ച സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ എത്തുന്നത്. അതിന്ന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ അത് ലോട്ടറിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരിക്കലും പങ്കെടുക്കാൻ പാടില്ല, കൂപ്പൺ എടുക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടാണ് ലോട്ടറിയെ ഇസ്ലാം നിഷിദ്ധമാക്കിയത്? അതിൽ ചൂഷണമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഖുർആൻ ലോട്ടറിക്ക് പ്രയോഗിച്ച പദം മൈസിർ എന്നാണ്. എന്താ മൈസിർ എന്ന് പറഞ്ഞാൽ? അധ്വാനിക്കാതെ മറ്റൊരുത്തൻ്റെ കീശയിൽ കിടക്കുന്ന ധനം തന്ത്രപരമായി നേടിയെടുക്കുന്ന ചില തന്ത്രങ്ങൾക്കാണ്, അതല്ലെങ്കിൽ തന്ത്രപരമായി നേടിയെടുക്കുന്നതിനാണ് മൈസിർ എന്ന് പറയുന്നത്. ഈ പരിപാടികളൊക്കെ അതിൽപ്പെട്ട സംഗതിയാണ്. ഈ 250, 1000, 2000 ഒക്കെ കൂപ്പണുമായി ഈ നിലക്കുള്ള പല ആളുകളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ. അതൊക്കെ ലോട്ടറിയുടെ മറ്റൊരു രൂപമാണ്. ഒരിക്കലും അതിൽ നമ്മൾ തലവെച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ഒന്നാമതായി പറയാനുള്ളത്. ആ ചൂഷണത്തിൻ്റെ പുറമെ ഇതിൽ ടിക്കറ്റ് എടുക്കുന്നവരെ വീണ്ടും കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമ്പോൾ അത് ചൂഷണത്തിൻ്റെ മേൽ ചൂഷണമായി. അതിനാണ് നമ്മളിങ്ങനെ തലവെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഇങ്ങനെയുള്ള സംഗതിയുടെ പിറകിൽ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് പോകാൻ കഴിയില്ല.